ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ വാഷിങ് കംപ്ലീറ്റ് ആക്കി വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയായിരുന്നു. അതൊക്കെ നമ്മൾ അഴിച്ച് നീറ്റായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ ബാറ്ററിയുടെ വരുന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കാറുന്നു. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഹെഡ്ലൈറ്റ് ഓൾറെഡി പൊട്ടിയേക്കണത് കൊണ്ട് തന്നെ വാഷിങ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ അടി അവിടെ നോക്കുമ്പോൾ അറിയാം, അതാ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയേക്കണതാണ്. അപ്പോൾ അവിടെ പ്രഷർ വാഷാണ് ചെയ്യണേ. അപ്പോൾ അതിന് എങ്ങനെ അടിച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം വരും. അപ്പോൾ ഓൾറെഡി അതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം നിൽക്കുമ്പോൾ ബൾബിന് അത്ര ഗുണകരമല്ല. സാധാരണ മഴയത്ത് വെള്ളം വീഴുന്ന പോലെയല്ല ഇത്. പ്രഷറിൽ കഴിയുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകും. അല്ലാണ്ട് നമുക്ക് ചെയ്യൽ നടക്കില്ല. കുറച്ച് അതിനകത്തുണ്ട്, കുറച്ചൊക്കെ എയർ അടിച്ച് നോക്കാം. പക്ഷേ 100% അതിൻ്റെ ഉള്ളിൽ നിന്ന് കളയിൽ നടക്കില്ല. അത് ഹെഡ്ലൈറ്റ് മാറ്റിൽ തന്നെയാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ കഴുകി വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഈ ഉള്ളിൽ ഫ്ലോറിൻ്റെ അടുത്ത് ഇതൊക്കെ ആണ് അവസ്ഥ കേട്ടോ. ഉള്ളിൽ തുരുമ്പാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വൈറ്റ് പെയിൻറ്റിങ് ചെയ്ത് നടക്കില്ല. അതല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കോട്ട് നമുക്ക് അടിച്ചിടാം. പക്ഷേ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്നും കൊണ്ടുപോകാൻ നടക്കില്ല. നാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടിയൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. കാരണം ഈ ഭാഗം അത്യാവശ്യം തുരുമ്പുണ്ട് ഈ സൈഡിലൊക്കെ. ചേച്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പെയിൻറ്റ് അടിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തേക്ക് തരാൻ തരും കേട്ടോ. നാളത്തേക്ക് ആകുമ്പോൾ നമുക്ക് അതും കൂടി ആ ഫ്ലോർ കൂടി വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ വെച്ച് നാളെ രാവിലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ.